മഞ്ചേരിയിലുള്ള അഡ്വക്കേറ്റ് യഹിയ സാറിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മളൊരു ഡബിൾ പില്ലർ ജാളി 2 വണ്ടിക്ക് ഈസി ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ വീടിൻ്റെ ഒരു പാറ്റേണിനോട് യോജിച്ചിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത്, എന്നാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് യാതൊരു തടസ്സമില്ലാത്ത രൂപത്തിൽ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ആ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. വർക്കിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അതൊരു ഭംഗിയൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫാബ്രിക് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ടാറ്റയുടെ മെറ്റീരിയൽസ് ആണ് ബാക്കിയുള്ള സ്ട്രക്ചർ വർക്കുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാബ്രിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കാണ്. മുകളിലുള്ള ചളിയോ പൊടിയോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വേസ്റ്റേജോ എന്തെങ്കിലും മുകളിലായി കഴിഞ്ഞാൽ പോലും അടിയിലേക്ക് കാണാത്ത രൂപത്തിലുള്ള ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കാണ്. നമ്മുടെ കാലാവസ്ഥയോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു ഫാബ്രിക് അതാണ്. ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള അതിൻ്റെ നെഗറ്റീവ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് എല്ലായിടത്തും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പൊടി ചളി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതൊരിക്കലും അടിയിലേക്ക് കാണാത്ത രൂപത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഈ ബാക്ക് വാള് ശരിക്കും ഇതിനൊരു ഇംഗ്ലണ്ട് ഒരു ചെരിഞ്ഞിട്ടാണ് ഈ ബാക്ക് വാള് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ആ ബാക്ക് വാളിൻ്റെ അതേ പാരലായിട്ട് തന്നെ ബാക്ക് വാളിൻ്റെ ചെരിവ് എങ്ങനെയാണോ ആ ചെരിവ് നമ്മൾ ഈ കാർ പോർച്ചിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. അതിൻ്റെ കാരണം ഫ്രണ്ട് ഭാഗത്ത് നമ്മളിത് വീടിൻ്റെ പാരലാക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ബാക്ക് ഭാഗം നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ഭാഗം സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു കോർണർ നമുക്കവിടെ കുറച്ച് ഭാഗം നമുക്കവിടെ യൂസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് വാള് എങ്ങനെയാണോ ചെരിഞ്ഞ് കിടക്കുന്നത് അതേ ചെരിവ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫാബ്രിക്കിൻ്റെത് പോയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം എന്നാൽ വീടിൻ്റെ പാരലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മുടെ ഒറ്റ കാഴ്ചയിൽ ഒരിക്കലും തന്നെ ബാക്ക് ഭാഗം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.